ഓണമൊക്കെ ആയതുകൊണ്ട് ഒരു ബ്ലൗസ് തയ്ച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു ബ്ലൗസ് തയ്ച്ച് ഒരു സെറ്റ് സാരീനെ വേറൊരു രൂപത്തിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ സെറ്റ് സാരിയുടെ നമ്മൾ സൈഡിൽ വരുന്ന കസവിൻ്റെ അളവൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ വരുന്ന 2.25 അപ്പോൾ അത് 2 സൈഡിലും വരുമ്പോഴത്തേക്കിനും 4.5 വരും. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് എത്രയാണോ സീം എലവൻസ് വേണ്ടത് അതുകൂടെ നമ്മളിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സെറ്റ് സാരിയുടെ അറ്റത്തൂടെ സാരി ഫോൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ ഒരു സാരി മുറിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ആ സാരി ഫോളിന് ലൈനിങ് ആയിട്ട് നമ്മൾ വേറൊരു സെറ്റ് സാരിയാണ് ഇങ്ങനെ എടുത്തത്. അങ്ങനെ ഒരു സാരി തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 സാരിയാണ് കേട്ടോ എടുത്തത്. ജീവിക്കാൻ വേണ്ടിയിട്ട് മരിക്കാൻ വരാൻ തയ്യാറാണ് സാർ എന്ന് പറയുന്നത് പോലെ. സെറ്റ് സാരി ആയതുകൊണ്ട് തന്നെ വലിയ കട്ടിയില്ലായിരുന്നു. അതിൻ്റെ എല്ലാ പോരായ്മകളും ആ ഫോള് പിടിപ്പിച്ചതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം തയ്ച്ചു കഴിഞ്ഞപ്പോഴത്തേ രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ബ്ലൗസ് എല്ലാം മെഷർമെൻ്റ് അളന്നിട്ട് നാളെ തയ്ക്കാമെന്ന്. അപ്പോൾ ബ്ലൗസ് നമ്മൾ പ്രിൻസസ് കട്ടാണ് തയ്ക്കുന്നത്. അതെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ എണിച്ച് തയ്ക്കുന്നുണ്ട്. പിന്നെ ഈ സാരിയുടെ ഈ നെക്ക് ഡിസൈൻ ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ. അപ്പോൾ ഇതായിരുന്നു ആ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്